നമസ്കാരം KCM മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന 48 മണിക്കൂർ ഉപവാസ സമരം വ്യാഴാഴ്ച രാവിലെ സമാപിക്കും. കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനും സമരപന്തലിലെത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സർക്കാർ 1000 ദിനം പൂർത്തിയാക്കുമ്പോഴേക്കും സമസ്ത മേഖലകളിലും ബൃഹത്തായ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. വരൾച്ച രൂക്ഷമാകുന്നുവെന്ന് മുന്നറിയിപ്പ്. ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കാസർഗോട്ട് ഉന്നതതല യോഗം ചേർന്നു. വരൾച്ചയും ജലക്ഷാമവും നേരിടാൻ സർക്കാർ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. വ്യോമസേന പാകിസ്ഥാനിൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ പ്രകടനം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഐസ്ക്രീം ഫാക്ടറിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായി വ്യാജ പ്രചരണം നടത്തി സ്ഥാപനത്തെ തകർക്കാൻ ശ്രമമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ. സർക്കാർ ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തുന്നവരെ വാഹനത്തിൽ സൗജന്യമായി വീട്ടിലെത്തിക്കും. മാതൃയാനം പദ്ധതിക്കായി അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനം നടന്നു. ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. വിശദമായ വാർത്തകളിലേക്ക്. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന 48 മണിക്കൂർ ഉപവാസ സമരം വ്യാഴാഴ്ച രാവിലെ സമാപിക്കും. കൊല ചെയ്യപ്പെട്ട ശരത് ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങൾ സമരപന്തലിലെത്തി. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് മരണം വരെ നിരാഹാരമിരിക്കുമെന്ന് കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനും പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാനഗർ BC റോഡ് പരിസരത്ത് 48 മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചത്. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്ത സമരത്തിൽ കോൺഗ്രസ് ജില്ലാ സംസ്ഥാന നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി സമരത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. ബുധനാഴ്ച കൊല്ലപ്പെട്ട കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ സമരപന്തലിലെത്തി. കേസന്വേഷണം CBI ഏറ്റെടുക്കുന്നതുവരെ സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം മരണം വരെ നിരാഹാര സമരമിരിക്കുമെന്ന് സമരപന്തലിലെത്തിയ കൃപേഷിന്റെ പിതാവ് കൃഷ്ണനും ശരത്ലാലിന്റെ പിതാവ് സത്യനാരായണനും പറഞ്ഞു. മരണം വരെ ഞാൻ പോരാടാൻ ഇതിനെ കൂടാതെ ചെയ്ത് ഈ നടത്തിക്കപ്പെട്ട് ചെയ്തവർക്ക് ഏത് രാഷ്ട്രീയക്കാരായാലും ഏത് മനുഷ്യരായാലും പിടിക്കപ്പെടും, അവരെ കൃത്യമായി ശിക്ഷ ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇത് കൃത്യമായി പോകുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് CBI അന്വേഷണം കൃത്യമായി പോകുന്നത് ഉറച്ച വിശ്വാസം. കോൺഗ്രസ് നേതാക്കളായ സുധാകരൻ, ഷാനിമോൾ ഉസ്മാൻ, KM ഷാജി എന്നിവരും ബുധനാഴ്ച സമരപന്തലിലെത്തി. കേസന്വേഷണം CBI ഏറ്റെടുക്കുന്നതിന് ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ജയിലിലുള്ള പീതാംബരനടക്കം കൊലയാളികൾക്ക് സഹായമെത്തിച്ച് അവരെ രക്ഷപ്പെടുത്താൻ അവരെ സേവനം നടത്തിയവരാണ്. ഒരാൾക്കും അതിൻ്റെ അകത്ത് നേരിട്ട് പങ്കില്ല. പങ്കിട്ടവർ പുറത്തുണ്ട്, പങ്കെടുത്തവർ പുറത്തുണ്ട്, വെട്ടിക്കൊന്നവർ പുറത്തുണ്ട്, ചേറ്റപ്പട്ടിയെ പോലെ വാളെടുത്ത് പരവരാ വെട്ടിയവൻ പുറത്തുണ്ട്. അവനകത്തായാൽ പിന്നീട് മറ്റൊരു സ്ഥലത്ത് വെട്ടാൻ ഇവരെ കിട്ടില്ല എന്ന് CPM-ന് അറിയാം. അതുകൊണ്ട് പ്രാദേശിക നേതാക്കന്മാരെ കൊണ്ടും പ്രാദേശിക പ്രവർത്തകരെ കൊണ്ടും കുറ്റം ഏറ്റെടുപ്പിച്ച് വെട്ടാൻ പരിശീലനം കൊടുത്തവൻ വെട്ടി നടക്കുകയാണ് ഈ നാടിൽ. CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. നിങ്ങളുണ്ടാക്കിയ അന്വേഷണ ടീം എന്ന് പറയുന്നത് CPM-ന്റെ സഹയാത്രികരാണ്, അല്ലാത്തൊരാൾ അന്വേഷണ ടീമിലില്ല. ഇപ്പോൾ അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന് കൊടുത്തപ്പോ കുറേയും കൂടെ മൂത്ത ഇടതുപക്ഷക്കാരെയാ അതിന്റെ നേതൃസ്ഥാനത്ത് ഗവൺമെന്റ് വെച്ചിട്ടുള്ളത്. ഇതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികൾ സഞ്ചരിച്ചതെന്ന് കരുതുന്ന 2 കാറുകൾ അന്വേഷണ സംഘം കണ്ടെത്തി. ഇവ ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചു വരികയാണ്. പെരിയ ഏച്ചിനടുക്കത്തെ ശാസ്ത ഗംഗാധരന്റെ വീടിന് സമീപമാണ് ഒളിപ്പിച്ച നിലയിൽ ഒരു സ്വിഫ്റ്റ് കാറും ഒരു ഇന്നോവ കാറും കണ്ടെത്തിയത്.
അന്വേഷണ സംഘം നടത്തിയ പരിശോധനയിലാണ് ശാസ്ത ഗംഗാധരന്റെ വീടിന് സമീപത്തായി വാഹനങ്ങൾ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ് ക്രൈംബ്രാഞ്ച് SP മുഹമ്മദ് റഫീഖ് സംഭവസ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. കാർ കണ്ടെത്തിയ സ്ഥലത്തേക്ക് മാധ്യമപ്രവർത്തകരെ കടത്തിവിട്ടില്ല. ക്രൈംബ്രാഞ്ചിന്റെയും ഫോറൻസിക് ഉദ്യോഗസ്ഥരുടെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമേ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കുകയുള്ളൂവെന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം നൽകുന്ന വിവരം. കൊലക്കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ പിതാവും CPM പ്രവർത്തകനുമായ ശാസ്ത ഗംഗാധരന് 22ഓളം വാഹനങ്ങളുണ്ട്. ഇയാളുടെ മിക്ക വാഹനങ്ങളും കൊലയ്ക്ക് മുൻപ് തന്നെ അക്രമം ഭയന്ന സ്ഥലത്തു നിന്നും മാറ്റിയിരുന്നു. ഇതിൽപ്പെട്ട 2 വാഹനങ്ങളാണ് ഇപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വാഹനങ്ങൾ അക്രമികൾ സഞ്ചരിച്ചതാകാമെന്നാണ് സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക് KCN. സംസ്ഥാന സർക്കാർ അധികാരമേറ്റ് 1000 ദിനം പൂർത്തിയാക്കുമ്പോഴേക്കും സമസ്ത മേഖലകളിലും ബൃഹത്തായ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി E. ചന്ദ്രശേഖരൻ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 3 വർഷത്തേക്ക് അടുക്കുന്ന കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലക്കും ആരോഗ്യ മേഖലക്കും കാർഷിക മേഖലക്കും എന്നുവേണ്ട എല്ലാ സമസ്ത മേഖലകളിലെയും പൊതുവായ വികസനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന ബൃഹത്തായ പദ്ധതി നടപ്പാക്കുകയാണ് എന്നെല്ലാവർക്കും അറിയാം. ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ സിവിൽ സ്റ്റേഷനിൽ നിർമ്മിക്കുന്ന ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ ശിലാസ്ഥാപനം, കരിയർ ഗൈഡൻസ് സെന്റർ, കന്നഡ വിവർത്തന സെൽ എന്നിവയുടെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി നിർവഹിച്ചു. സർക്കാർ നടപ്പിലാക്കുന്ന പരിപാടികളെല്ലാം തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇൻഫർമേഷൻ വകുപ്പ് മുഖേനയാണ്. കൂടാതെ സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള മധ്യവർത്തിയായാണ് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നത്. റവന്യൂ വകുപ്പ് അനുവദിച്ച 10 സെന്റ് സ്ഥലത്താണ് 1.76 കോടി രൂപ ചെലവിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ചടങ്ങിൽ P. കരുണാകരൻ MP അധ്യക്ഷത വഹിച്ചു. ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അഡീഷണൽ ഡയറക്ടർ PS രാജശേഖരൻ പദ്ധതി വിശദീകരണം നടത്തി. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ C. രാജേഷ് ചന്ദ്രൻ ടെക്നിക്കൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. K. കുഞ്ഞിരാമൻ MLA, ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, ADM N. ദേവിദാസ്, INPRD ഡെപ്യൂട്ടി ഡയറക്ടർ KP അബ്ദുൽ ഖാദർ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ഹബീബ് റഹ്മാൻ, സ്പോർട്സ് കൗൺസിൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ബാലൻ മാണിയാട്ട്, HAL AGM CA റാവു, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി, അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ, KV യുധിഷ്ഠിരൻ, മാട്ടുമൽ ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. വരൾച്ച രൂക്ഷമാകുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ഉന്നതതല യോഗം ചേർന്നു. വേനലിന് മുമ്പ് തന്നെ കഠിനമാവുന്ന വരൾച്ചയും ജലക്ഷാമവും നേരിടാൻ സർക്കാർ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും പദ്ധതികൾ വിജയകരമാക്കാൻ പൊതുസമൂഹത്തിന്റെ കൂടി പിന്തുണ വേണമെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച മന്ത്രി E. ചന്ദ്രശേഖരൻ പറഞ്ഞു. വരൾച്ചയെ പ്രതിരോധിക്കുന്നതിനായി ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടപ്പിലാക്കണമെന്നും ഇതിനായി അടിയന്തരമായി പരിഹരിക്കേണ്ട പദ്ധതികൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും മന്ത്രി പറഞ്ഞു. അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങളിൽ നിന്നും കർണാടകയിലേക്ക് വെള്ളം കടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ ഡോക്ടർ D. സജിത് ബാബു പറഞ്ഞു. അടയ്ക്ക കർഷകർ രാത്രി മുതൽ രാവിലെ വരെ മണിക്കൂറുകളോളം തോട്ടങ്ങളിൽ വെള്ളമടിക്കുന്നത് ജലക്ഷാമം രൂക്ഷമാക്കുന്നതായി യോഗത്തിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ അറിയിച്ചു. ശാസ്ത്രീയമായി കുറച്ചുമാത്രം വെള്ളം മതിയെന്നിരിക്കെ ജലചൂഷണത്തിനെതിരെ നടപടി സ്വീകരിക്കുവാൻ കലക്ടർ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഇറിഗേഷൻ വകുപ്പിനും നിർദ്ദേശം നൽകി. റോഡ് പ്രവൃത്തികൾക്കിടയിൽ ജല അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടിപ്പോകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും പരിഹാരം കാണുവാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കുടിവെള്ള സ്രോതസ്സുകൾ കണ്ടെത്തി ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കുവാനും ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി. യോഗത്തിൽ P. കരുണാകരൻ MP, MLA-മാരായ N. A. നെല്ലിക്കുന്ന്, K. കുഞ്ഞിരാമൻ, സബ് കളക്ടർ അരുൺ K. വിജയൻ, ADM N. ദേവിദാസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർ, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ, ഭരണനിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക് KCN. PDP പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംസ്ഥാന കമ്മിറ്റിയെ പ്രഖ്യാപിച്ചു. പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് സുസജ്ജരാകാൻ പാർട്ടി ചെയർമാൻ അബ്ദുൽ നാസർ മദനി നേതാക്കളോടും പ്രവർത്തകരോടും ആഹ്വാനം ചെയ്തതായി നേതാക്കൾ ഉപ്പള വ്യാപാര ഭവനിൽ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം കൺവെൻഷന് മുമ്പായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർത്ത ഭരണഘടനയെ കീറിമുറിക്കുന്ന ന്യൂനപക്ഷങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന ഫാസിസം എന്ന രാജ്യത്തിന്റെ പൊതുശത്രുവിനെതിരെയുള്ള തെരഞ്ഞെടുപ്പ് യുദ്ധമായി മതേതര ചേരികൾ നോക്കിക്കാണുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ട് പോലും പാഴായി പോകാത്ത തരത്തിൽ സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാനും മാർച്ച് 6-നകം സംസ്ഥാനത്തെ മുഴുവൻ പാർലമെന്റ് മണ്ഡലം കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് ഒരുക്കങ്ങൾ നടത്തുവാൻ മദനി നിർദ്ദേശിച്ചതായും നേതാക്കൾ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്ക് കൂടി ജീവിക്കാനുള്ള മണ്ണാണ്, ഭരണഘടന ഉറപ്പു നൽകുന്ന മണ്ണാണ് ഇന്ത്യ എന്ന് സമ്മതിച്ചു തരുന്ന മതേതര ചേരി ഒറ്റക്കെട്ടായി ഒരു ഭാഗത്ത് NDA നേരിടാൻ ഒരുങ്ങുമ്പോൾ PDPയെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷൻ ഏറ്റവും നിർണായകമാണ്. ഇതിനായി 15-അംഗ കമ്മിറ്റിയാണ് പ്രഖ്യാപിച്ചത്. നിസാർ മേത്തർ കണ്ണൂർ, പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ തോമസ് മാഞ്ഞൂരാൻ, ഇബ്രാഹിം തിരൂരങ്ങാടി, മൈലക്കാട് ഷാ, മുഹമ്മദ് റജീബ്, TA മുജീബ് റഹ്മാൻ, അഡ്വക്കേറ്റ് കാഞ്ഞിരമറ്റം സിറാജ്, TK സലീം ബാബു, ബഷീർ കുഞ്ചത്തൂർ, നൌഷാദ് തിക്കോടി, ഗോപി കുതിരക്കൽ, MS നൌഷാദ്, മജീദ് ചേർപ്പ്, റസാഖ് മണ്ണടി, ശംസുദ്ദീൻ പൂക്കുട്ടി എന്നിവരുൾപ്പെടുന്നതാണ് 15-അംഗ കമ്മിറ്റി. മഞ്ചേശ്വരം മണ്ഡലം ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ ഫാസിസത്തെ തുരത്തുക എന്ന ആശയത്തിൽ ഉത്തരവാദിത്വം LDF നിർവഹിക്കുമെന്ന് കരുതുന്നതായി PDP നേതാവ് നിസാർ മേത്തർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCN. തുമിനാട് അറബ് റൈഡേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അറബ് ഫെസ്റ്റിനോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലെ വിജയിക്ക് സ്കൂട്ടർ നൽകി. പ്രമുഖ വ്യവസായി ഇസ്മായിൽ MP സ്കൂട്ടർ സമ്മാനിച്ചു. ചടങ്ങിൽ ഇസ്മായിൽ MPയെ ആദരിച്ചു. റസാഖ് MP, അഷ്റഫ്, മുനീർ, സത്താർ, അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. പുൽവാമ ഭീകരാക്രമണത്തിന് പകരമായി ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാനിൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് മല്ലികാർജുന ക്ഷേത്ര പരിസരത്തിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഭീകര കേന്ദ്രത്തിന് നേരെ ഇന്ത്യൻ പട്ടാളം നടത്തിയ മിന്നലാക്രമണത്തിനെതിരെ കോടിയേരിക്കും പാകിസ്ഥാനും ഒരേ ശബ്ദമാണെന്ന് പ്രകടനം ഉദ്ഘാടനം ചെയ്ത BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K ശ്രീകാന്ത് പറഞ്ഞു. രാജ്യ താൽപര്യത്തിനെതിരായാണ് എന്നും CPM നിലകൊള്ളുന്നതെന്നും ശ്രീകാന്ത് കുറ്റപ്പെടുത്തി. വിജയകരമായി സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ലോകരാജ്യങ്ങളുടെ പിന്തുണ നേടിയ മോദി സർക്കാരിനെയും സൈന്യത്തെയും BJP ജില്ലാ കമ്മിറ്റി അഭിനന്ദിച്ചു. BJP സംസ്ഥാന സമിതി അംഗം രവീശതന്ത്രി കുണ്ടാർ, സഹകാർ ഭാരതി ദേശീയ സെക്രട്ടറി കരുണാകര നമ്പ്യാർ, KT കാമത്ത്, BJP സംസ്ഥാന സമിതി അംഗം P സുരേഷ് കുമാർ ഷെട്ടി, BJP ജില്ലാ വൈസ് പ്രസിഡന്റ് സവിത ടീച്ചർ, കൗൺസിലർമാരായ ഉമാ കടപ്പുറം, അരുൺ ഷെട്ടി, ശ്രീലത ടീച്ചർ, KG മനോഹരൻ, ശങ്കര തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് KCN. ഐസ്ക്രീം ഫാക്ടറിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായി വ്യാജ പ്രചാരണം നടത്തി സ്ഥാപനത്തെ തകർക്കാൻ ശ്രമമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ. പൊയ്നാച്ചിയിലെ ഷൈൻ ഐസ്ക്രീം കമ്പനിക്കെതിരെയാണ് വ്യാജ പ്രചാരണം നടത്തുന്നത്. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30ഓളം പേർക്ക് ഫാക്ടറിയിൽ നേരിട്ടും 90ഓളം പേർക്ക് ഫീൽഡിലും തൊഴിൽ നൽകുന്നതാണ് പൊയ്നാച്ചിയിലെ ഷൈൻ ഐസ്ക്രീം കമ്പനി. വലിയ മുതൽ മുടക്കിൽ 2010 സ്ഥാപിച്ച ഐസ്ക്രീം ഫാക്ടറി ജില്ലയിലും പുറത്തും പേരെടുത്ത് നല്ല നിലയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു. ഇതിനിടെയാണ് ദുരുദ്ദേശത്തോടെ സ്ഥാപനത്തിനെതിരെ വാട്സാപ്പിലൂടെയും മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യാജ പ്രചരണം നടത്തിയത്. ഇതിനെതിരെ വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിൽ ഉടമ പരാതി നൽകിയിരുന്നു. ഇതിൽ അന്വേഷണം പുരോഗമിക്കവേ പെരിയയിലെ ഒരു ക്ഷേത്രോത്സവ പരിസരത്ത് വെച്ച് ഛർദിയെ തുടർന്ന് ചില കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ഐസ്ക്രീം കമ്പനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുകയായിരുന്നു. സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഐസ്ക്രീം കമ്പനിയുടെ പേരിൽ തിടുക്കത്തിൽ ചാർത്തുകയും ഐസ്ക്രീം വിൽപ്പനയ്ക്ക് പോയിരുന്ന വാഹനങ്ങൾ തടയുകയും ജീവനക്കാരെ ആക്രമിക്കുവാൻ മുതിരുകയും ചെയ്തിരുന്നു. ഫുഡ് ആൻഡ് സേഫ്റ്റി, ചെമ്മനാട് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും കമ്പനിയിലെത്തി പരിശോധന നടത്തിയെങ്കിലും അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിരുന്നില്ല. സാമ്പിളുകൾ വാട്ടർ അതോറിറ്റി, കൊച്ചിയിലെ FQ ലാബ് എന്നിവിടങ്ങളിലും ഗുണമേന്മ പരിശോധന നടത്തിയിരുന്നു. ഐസ്ക്രീം ഉണ്ടാക്കുവാനായി എടുക്കുന്ന പാൽ കർഷകരിൽ നിന്ന് നേരിട്ട് എടുക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ മായം കലരുവാനുള്ള സാധ്യതയില്ലെന്നും അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. കല്യോട്ടുള്ള ഒരു ഉത്സവത്തിന് പങ്കെടുത്ത കുറച്ച് ആൾക്കാർക്ക് ഭക്ഷ്യവിഷബാധ ഉണ്ടായി. അപ്പോൾ അന്ന് തന്നെ ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടേഴ്സും വിജിലൻസും ആൾക്കാരും എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിച്ച് ഇത്
ഐസ്ക്രീമിൻ്റെത് അല്ല എന്നവർക്ക് അവിടെ നിന്ന് ബോധ്യപ്പെട്ടപ്പോൾ തന്നെ ഇത് പുറത്തേക്ക് ഒരു വാർത്തയായി കൊടുക്കരുതെന്ന് പറഞ്ഞെങ്കിലും തൽപരകക്ഷികൾ അത് പത്രങ്ങളിലേക്ക് ഐസ്ക്രീം ത്രൂ ആണ് ഇത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഒരു വാർത്ത കൊടുക്കുകയുണ്ടായി. അത് ആ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. ശശിധരൻ എന്ന ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്ഥാപനം ഈ ഒരു വ്യാജ പ്രകടനത്തിൻ്റെ പേരിൽ അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് 65% കുറഞ്ഞിട്ട് അതൊരു നിലനിൽപ്പിനെ തന്നെ വളരെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഉള്ളത്. കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ, ജില്ലാ പ്രസിഡന്റ് സി ബിന്ദു, മുൻ ജില്ലാ പ്രസിഡന്റ് കെ ടി സുഭാഷ് നാരായണൻ, ഷൈൻ ഐസ്ക്രീം ഉടമ കെ ശശീന്ദ്രൻ, എ പ്രസന്നചന്ദ്രൻ, മുജീബ് അഹമ്മദ്, സജിന എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കനിവ് തേടുന്ന കാവ്യയ്ക്കായി ജയ്ശാൽ ബസ് നടത്തിയ കാരുണ്യ യാത്രയിൽ ശേഖരിച്ച തുക കൈമാറി. ജയ്ശാൽ ബസ് ഉടമ ജനാർദ്ദനനും ബസ് ജീവനക്കാരും കാവ്യ താമസിക്കുന്ന വീട്ടിലെത്തി തുക കൈമാറി. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിൽ കഴിയുന്ന ബോവിക്കാനം AUP സ്കൂളിലെ 6ാം ക്ലാസ്സുകാരി കാവ്യയെ സഹായിക്കുന്നതിനാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബാങ്കോട് റൂട്ടിലോടുന്ന ജയ്ശാൽ ബസ് കാരുണ്യയാത്ര നടത്തിയത്. ബസിന്റെ ഒരു ദിവസത്തെ കളക്ഷനും കൂടാതെ കാസർഗോഡ് നഗരത്തിൽ നിന്നും ശേഖരിച്ചതുമായ 42,500 രൂപ കാവ്യയുടെ കുടുംബത്തിന് കൈമാറി. ജയ്ശാൽ ബസ് ഉടമ ജനാർദ്ദനൻ, ബസ് ജീവനക്കാർ എന്നിവർ നേരിട്ടെത്തിയാണ് തുക നൽകിയത്. നിർധന കുടുംബാംഗമായ കാവ്യയ്ക്ക് ചികിത്സയ്ക്കായി പ്രതിമാസം 50,000-ഓളം രൂപ ചിലവുണ്ട്. വളരെ കഷ്ടപ്പെട്ടാണ് അമ്മ സുമിത്ര ചികിത്സാ ചിലവ് നടത്തുന്നത്. കാവ്യയ്ക്ക് ഇനിയും ചികിത്സ തുടരണമെങ്കിൽ ഉദാരമതികളുടെ സഹായം ആവശ്യമാണ്. രോഗം തളർത്തിയ കാവ്യയ്ക്ക് കൈത്താങ്ങാകുന്ന ഈ കാരുണ്യ ദൗത്യത്തിൽ നമുക്കും പങ്കാളികളാകാം. ന്യൂസ് ഡെസ്ക് KCN. കാസർഗോഡ് മഡോണ AUP സ്കൂളിൽ സയൻസ് പാർക്കും സ്മാർട്ട് ക്ലാസ് റൂമും ഉദ്ഘാടനം ചെയ്തു. പി കരുണാകരൻ MP ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂളുകളുടെ പശ്ചാത്തല സൗകര്യ വികസനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഗവൺമെന്റ് പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്. പൊതുവിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സ്കൂളുകൾ, സ്വകാര്യ സ്കൂളുകൾ 5 വർഷം കൊണ്ട് ഈ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഓരോ മണ്ഡലത്തിലും 4-5 ഗവൺമെന്റ് സ്കൂളുകൾ ആദ്യ വർഷം നമ്മൾ തിരഞ്ഞെടുക്കുകയാണ്. അതിൻ്റെ അർത്ഥം സ്വകാര്യ സ്കൂളുകൾ ഒഴിവാക്കുന്നു എന്നുള്ളതാണ്. സ്വകാര്യ സ്കൂളുകൾ, സ്വകാര്യ മാനേജ്മെന്റ്, PTA എത്ര ഫണ്ട് വികസനത്തിന് വേണ്ടിയിട്ട് ശേഖരിക്കുന്നു അത്രയും സംഖ്യ ഗവൺമെന്റ് നൽകും. അതാണ് ഈ സ്കീമിന്റെ പ്രത്യേകത. സ്കൂൾ PTA പ്രസിഡന്റ് പുഷ്പാകരൻ ബണ്ടിച്ചാൽ അധ്യക്ഷത വഹിച്ചു. സിസ്റ്റർ റോഷ്ന AC, വേണുഗോപാലൻ, റാഷിദ് പൂരണം, അഗസ്റ്റിൻ ബർണാഡ്, T കാസിം, മിസ്രിയ, ഷീല ഡിസൂസ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. സർക്കാർ ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തുന്നവരെ വാഹനത്തിൽ സൗജന്യമായി വീട്ടിലെത്തിക്കും. മാതൃയാനം പദ്ധതിക്കായി അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. അമ്മയും കുഞ്ഞും പദ്ധതി പ്രകാരം ഗർഭിണികൾക്ക് സൗജന്യ പരിശോധന, സൗജന്യ ചികിത്സ, മരുന്ന് എന്നിവ വിതരണം ചെയ്യുന്നതോടൊപ്പം ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെയും സർക്കാർ ആരോഗ്യ വകുപ്പിന്റെയും നേതൃത്വത്തിൽ അമ്മയെയും കുഞ്ഞിനെയും വാഹനത്തിൽ സൗജന്യമായി വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം. നിലവിൽ ജില്ലാ ആശുപത്രിയിലും ജനറൽ ആശുപത്രിയിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനായി ആശുപത്രികളിൽ 2 വിധം വാഹനങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ 1000 ദിനാഘോഷത്തിന്റെ ഭാഗമായി അലാമിപ്പള്ളിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പദ്ധതിക്കായി അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം റവന്യൂ മന്ത്രി E ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ചടങ്ങിൽ K കുഞ്ഞിരാമൻ MLA, ജില്ലാ കളക്ടർ ഡോക്ടർ G സജിത് ബാബു, സബ് കളക്ടർ അരുൺ K വിജയൻ, DMO തുടങ്ങിയവർ സംബന്ധിച്ചു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനം നടന്നു. ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായാണ് വീടില്ലാത്ത എല്ലാവർക്കും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. പള്ളിക്കര ഗ്രാമപഞ്ചായത്തിൽ ഇതുവരെ പണി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽദാനം നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് നടന്ന താക്കോൽദാന ചടങ്ങ് ബ്ലോക്ക് പ്രസിഡന്റ് M ഗൗരി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം പൊതുവിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടായി. നമുക്കറിയാം കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം
തരിപ്പണമാകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നല്ല മാറ്റം വന്നുകൊണ്ട് പൊതുവിദ്യാഭ്യാസ രംഗം വളരെ നല്ല രീതിയിൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോയിട്ടുണ്ട്. അതിന് എല്ലാവരുടെയും സഹായം കിട്ടുന്നുമുണ്ട്. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ പൂർവ്വ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും എല്ലാം മുന്നോട്ട് വരുന്ന ഗവൺമെന്റിന്റെ ഫണ്ട് മാത്രം കൊണ്ടല്ല ഇതെല്ലാം നടത്തുന്നത്. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് പി ഇന്ദിര അധ്യക്ഷയായി. ചടങ്ങിൽ വി സുകുമാരൻ, എ കെ രാജേന്ദ്രൻ, ടി എം അബ്ദുൽ ലത്തീഫ്, പി ലക്ഷ്മി, അജയൻ പനയാൽ, രാഘവൻ വെളുത്തോളി, ടി മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന 48 മണിക്കൂർ ഉപവാസ സമരം വ്യാഴാഴ്ച രാവിലെ സമാപിക്കും. കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെ അച്ഛൻ കൃഷ്ണനും ശരത് ലാലിന്റെ അച്ഛൻ സത്യനാരായണനും സമരപന്തലിലെത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സർക്കാർ 1000 ദിനം പൂർത്തിയാക്കുമ്പോഴേക്കും സമസ്ത മേഖലകളിലും ബൃഹത്തായ വികസന പദ്ധതികളാണ് നടപ്പിലാക്കിയതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വരൾച്ച രൂക്ഷമാകുന്നുവെന്ന് മുന്നറിയിപ്പ്. ജില്ലയിലെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ കാസർഗോട്ട് ഉന്നതതല യോഗം ചേർന്നു. വരൾച്ചയും ജലക്ഷാമവും നേരിടാൻ സർക്കാർ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. വ്യോമസേന പാകിസ്ഥാനിൽ നടത്തിയ മിന്നലാക്രമണത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് BJP പ്രവർത്തകർ പ്രകടനം നടത്തി. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. ഐസ്ക്രീം ഫാക്ടറിക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരന്തരമായി വ്യാജ പ്രചരണം നടത്തി സ്ഥാപനത്തെ തകർക്കാൻ ശ്രമമെന്ന് കേരള ചെറുകിട വ്യവസായ അസോസിയേഷൻ. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ. സർക്കാർ ആശുപത്രിയിൽ പ്രസവത്തിനായി എത്തുന്നവരെ വാഹനത്തിൽ സൗജന്യമായി വീട്ടിലെത്തിക്കും. മാതൃയാനം പദ്ധതിക്കായി അനുവദിച്ച വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് നടന്നു. പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് ലൈഫ് മിഷൻ വീടുകളുടെ താക്കോൽദാനം നടന്നു. ലൈഫ് സമ്പൂർണ്ണ ഭവന പദ്ധതിയുടെ ഭാഗമായാണ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.